Good morning. നമുക്ക് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്ററാണ് ഇനി പഠിക്കാനുള്ളത്. അതൊരു ചെറിയ ചാപ്റ്ററാണ് കേട്ടോ. അതിൻ്റെ അകത്ത് നമുക്ക് അറിഞ്ഞൂടാത്തതായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളുടെ ചെറിയൊരു റിവിഷൻ പോലെയാണ് ഈ ചാപ്റ്ററിൻ്റെ അകത്തുള്ളത്. സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ്. ഇതിൻ്റെ അകത്ത് ആദ്യം ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തെ കുറിച്ചാണ്. ഇലക്ട്രോമാഗ്നെറ്റിക് സ്പെക്ട്രം. എന്താണ് ഒരു ഇലക്ട്രോമാഗ്നെറ്റിക് സ്പെക്ട്രം? ഇലക്ട്രോമാഗ്നെറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നെറ്റിക് വേവ്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത്. ഏതിൻ്റെയെങ്കിലും ഒരെണ്ണത്തിന്റെ ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസിയിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നെറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും perpendicular to each other and which is perpendicular to direction of propagation. അതിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയാം അല്ലെ. ഇപ്പം ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് നോക്കാം. ഇതിന്റെ x direction, the y direction, the z direction. ഇത് ഒറിജിൻ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ഇത് ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ല ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അതിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആൻഡ് ഓൾസോ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഇത് ഈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ്, ഇത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മാഗ്നറ്റിക്. ഇതാണ് എന്ത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. പിന്നെ അതിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അതിന്റെ ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിന്റെ വേവ് ലെങ്ത്തിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ അകത്ത് ഉള്ള ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഏതൊക്കെയാണ്? ഗാമ റേസ്, എക്സ് റേസ്, അൾട്രാവയലറ്റ് റേസ്, വിസിബിൾ റേസ്, ഇൻഫ്രാറെഡ് ദാറ്റ് ഈസ് IR റേസ്, മൈക്രോവേവ്സ്, പിന്നെ റേഡിയോ വേവ്സ് അല്ലെ. അപ്പൊ ഇത്രയും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണുള്ളത്. അപ്പൊ ഈ റേഡിയേഷൻസിനെ അതിന്റെ ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ഫ്രീക്വൻസിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം അതിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ആണ്. അപ്പോൾ ഇതിന്റെ അറേഞ്ച്മെന്റ്സ് ഒന്ന് നോക്കിക്കേ. ഇതിൻ്റെ അകത്ത് ആദ്യം ഗാമ റേസ്, അത് ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസിയിലുള്ളതാണ് ഗാമ റേസ്. ഫ്രീക്വൻസി ഹൈ എന്ന് പറയുമ്പം അതിന്റെ എനർജിയും ഹൈ ആയിരിക്കും അല്ലെ. ഗാമ റേസ് ഹയസ്റ്റ് ഫ്രീക്വൻസിയിൽ, അതിന്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നു. ഗാമ, എക്സ്റേ,
അൾട്രാവയലറ്റ്, വിസിബിൾ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്സ്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു കുറഞ്ഞു വരുന്നു. പിന്നെ അതുപോലെ തന്നെ അത് ആ സമയത്ത് അതിൻ്റെ വേവ് ലെങ്ത് എന്ത് ചെയ്യുക, ഫ്രീക്വൻസി കുറഞ്ഞു വരുമ്പോൾ വേവ് ലെങ്ത് കൂടും. അപ്പോൾ ഫ്രീക്വൻസി കുറയും എന്ന് പറയുമ്പം അതിൻ്റെ എനർജി എന്ത് ചെയ്യും, റൈറ്റ് സൈഡിലേക്ക് കുറയും. മനസ്സിലായി? ഇപ്പോൾ ഹയസ്റ്റ് ഫ്രീക്വൻസി ഗാമ റേസ്, ലോവസ്റ്റ് ഫ്രീക്വൻസി റേഡിയോ വേവ്സ്. ഓക്കെ, ഇനി എന്താണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ ഇമ്പോർട്ടൻസ്? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിൽ നമ്മളിതാ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നമ്മൾ ആദ്യം കാണുന്നത് ഏതാണ്? ഫസ്റ്റ് വൺ നമുക്ക് ഗാമ റേസ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ റേഡിയോ വേവ്സ് എടുക്കാം. എന്താണ് റേഡിയോ വേവ്സ്? റേഡിയോ വേവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആക്സിലറേറ്റഡ് മോഷൻ ഓഫ് ചാർജസ് ഇൻ കണ്ടക്ടിങ് വയർ. ഒരു കണ്ടക്ടിങ് വയറിലെ ചാർജസിന്റെ ആക്സിലറേറ്റഡ് മോഷൻ കൊണ്ടാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? റേഡിയോ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെ? റേഡിയോ വേവ്സിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 500 കിലോ ഹെർട്സ് മുതൽ 1000 മെഗാ ഹെർട്സ് വരെയാണ് ഇതിന്റെ ഫ്രീക്വൻസി റേഞ്ച് റേഡിയോ വേവ്സിന്റെ. ഓക്കെ, പിന്നെ ഈ റേഡിയോ വേവ്സ് യൂസ് ചെയ്യുന്ന എവിടെയാണ്? ഈ റേഡിയോ വേവ്സ് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്കറിയാം എവിടെയാ? FM റേഡിയോ വേവ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടെലിവിഷൻ ആൻഡ് റേഡിയോ കമ്മ്യൂണിക്കേഷൻസിലാണ് റേഡിയോ വേവ്സ് യൂസ് ചെയ്യുക. പിന്നെ രണ്ടാമത്തത് മൈക്രോവേവ്സ്. മൈക്രോവേവ് എന്ന് പറയുമ്പോൾ എന്താണ്? മൈക്രോവേവ്സ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സാധാരണ നമ്മൾ ഡൊമസ്റ്റിക് പർപ്പസിൽ മൈക്രോവേവ് ഓവൻസിൽ, അതാണ് നമ്മൾ സാധാരണ അറിയാവുന്നത്, അല്ലെ? അപ്പോൾ മൈക്രോവേവ്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഓഫ് ഷോർട്ടർ വേവ് ലെങ്ത് ദാൻ റേഡിയോ വേവ്സ് ആണ്. റേഡിയോ വേവ്സിനേക്കാൾ വേവ് ലെങ്ത് കുറവാണ്, ഫ്രീക്വൻസി കൂടുതലാണ്. അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ജിഗാ ഹെർട്സിലാണ്, 10⁹ ഹെർട്സിന്റെ ഓർഡറിലാണ് മൈക്രോവേവ്സിന്റെ ഫ്രീക്വൻസി. ഓക്കെ, മൈക്രോവേവ് ഓവൻസ് ആണ് ഇതിന്റെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷൻ. പിന്നെ അടുത്തത് ഇൻഫ്രാറെഡ് വേവ്സ് ആണ്. എന്താണ് IR വേവ്സ്? ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് എന്ന് പറയുമ്പോൾ ഹോട്ട് ബോഡീസ് ഇജക്ട് ചെയ്യുന്ന റേഡിയേഷൻസ് ആണ് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ്, അല്ലെ? അതെന്ന് പറയുന്നത് ഹീറ്റ് വേവ്സ് എന്നാണ് നമ്മൾ IR റേഡിയേഷൻസിനെ പറയുക. അപ്പോൾ നമ്മൾക്കറിയാം നമ്മളുടെ സണ്ണിൽ നിന്ന് വരുന്ന റേസിനൊക്കെ ചൂട് കിട്ടുന്നത്, ടെമ്പറേച്ചർ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് കൊണ്ടാണ്, അല്ലെ? അപ്പോൾ ഇത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് നിലനിർത്താൻ സഹായിക്കുന്നതും എന്തുകൊണ്ടാണ്? എന്ത് തന്നെയാണ്? IR റേഡിയേഷൻസ് ആണ്. പക്ഷേ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ വാട്ടർ വേപ്പർ പോലെയുള്ളതിൻ്റെയൊക്കെ പ്രസൻസ് അറ്റ്മോസ്ഫിയറിൽ കൂടുമ്പോൾ ഇത് സംഭവിക്കും, ഗ്ലോബൽ വാർമിംഗ്, അല്ലെ? ഗ്ലോബൽ വാർമിംഗ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ IR റേഡിയേഷൻസ് എന്ന് പറയുന്നത് ഒരു പരിധിവരെ നമുക്ക് ആവശ്യമാണ്, പക്ഷേ ഒരു ലിമിറ്റിലും കൂടിക്കഴിഞ്ഞാൽ എന്താണ്? ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെ? ദെൻ IR റേഡിയേഷൻസ് എന്ന് പറയുന്നത് ഹീറ്റ് വേവ്സ് ആണ്. അപ്പം സൺലൈറ്റിനൊക്കെ ഹീറ്റ് കിട്ടുന്നതിന് കാരണമായിട്ടുള്ളത് IR വേവ്സ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് വിസിബിൾ വേവ്സ്, വിസിബിൾ റേസ്. വിസിബിൾ റേസ് എന്താണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, അതാണ് അതിൻ്റെ അകത്തെ റീജിയൻസ്, അല്ലെ? അത് വിസിബിൾ റേസ് ആണ് നമുക്ക് വിഷ്വൽ ആയിട്ടുള്ളത്. അപ്പോൾ ഈ വിസിബിൾ റേസിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 400 to 700 നാനോമീറ്റർ ആണ് വിസിബിൾ റേസിന്റെ റേഞ്ച്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അടുത്തത് അൾട്രാവയലറ്റ് റേസ്. അൾട്രാവയലറ്റ് റേസും അതുപോലെ തന്നെ എങ്ങനെയാണ്? അൾട്രാവയലറ്റ് റേസ് ഹോട്ട് ബോഡി, വെരി ഹോട്ട് ബോഡീസിൽ നിന്ന് അൾട്രാവയലറ്റ് റേസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ അൾട്രാവയലറ്റ് റേസ് ലാർജ് ക്വാണ്ടിറ്റീസ് അൾട്രാവയലറ്റ് റേസ് നമ്മുടെ ശരീരത്തിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് ഹാർംഫുൾ എഫക്റ്റ് ഉണ്ടാക്കും, അല്ലെ? അപ്പൊ അൾട്രാവയലറ്റ് റേസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്? ഓസോൺ ലെയേഴ്സ് ഉണ്ട്. ഓസോൺ ലെയർ ഡെപ്ലീഷൻ ആണ് നമ്മളുടെ അടുത്ത പ്രശ്നം, അല്ലെ? ഓസോൺ ലെയർ ഡെപ്ലീഷൻ ഒക്കെ നമ്മളിപ്പോൾ പഠിക്കുന്നതാണ്. എന്താണ് ഓസോൺ ലെയർ ഡെപ്ലീഷൻ? നമ്മുടെ അൾട്രാവയലറ്റ് റേസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അംബർല പോലെ ആക്ട് ചെയ്യുന്ന ഓക്സിജൻ മോളിക്യൂൾസിന്റെ ഒരു ഘടനയാണ് ഓസോൺ, അല്ലെ? ആ ഓസോൺ ലെയറിൽ വിള്ളല് വരുമ്പം നമ്മൾ എന്ത് പറയും? UV റേസിന്റെ പ്രസൻസ് കൂടും അറ്റ്മോസ്ഫിയറിൽ, അത് നമ്മളുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കും എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? അപ്പൊ അൾട്രാവയലറ്റ് റേസ് എന്ന് പറയുന്നത് ഹാർംഫുൾ റേസ് ആണ്. ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് ഹാർംഫുൾ റേസ് ആണ്. പിന്നെ അടുത്ത റേസ് ഏതാണ്? എക്സ്റേസ്. അപ്പൊ എക്സ്റേസിനെ കുറിച്ചും നമുക്കറിയാം. എക്സ്റേസ് നമ്മൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്? മെഡിക്കൽ പർപ്പസിലാണ്. അപ്പൊ എക്സ്റേസ് എന്ന് പറയുന്നത്
മെഡിക്കൽ പർപ്പസിൽ മെഡിക്കൽ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് സാധാരണഗതിയിൽ എക്സ്റേസ്. അതുപോലെ തന്നെ ഫോർ സർട്ടൻ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ ട്രീറ്റ്മെന്റിനും ചില കേസിൽ നമ്മൾ എക്സ്റേസ് യൂസ് ചെയ്യാറ്. ദെൻ അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ എക്സ്റേസ് ടിഷ്യൂസിനെയും ലിവിങ് ഓർഗൻസിനെയും നശിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി എക്സ്റേക്കുണ്ട്. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടിഷ്യൂവിനെ നശിപ്പിക്കാൻ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എക്സ്റേസിനുള്ളത് കൊണ്ടാണ് എക്സ്റേസ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്, ക്യാൻസർ ട്രീറ്റ്മെന്റിൽ യൂസ് ചെയ്യുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് ഈസ് ഗാമ റേസ്. വാട്ട് ഈസ് ഗാമ റേസ്? ഗാമ റേസ് എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള ഇതാണ് ഗാമ റേസ്. അപ്പൊ ഗാമ റേസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഗാമ റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് റേഡിയോ ആക്റ്റീവ് ഡീകേ ഓഫ് ന്യൂക്ലിയസിന്റെ റേഡിയോ ആക്റ്റീവ് ഡീകേയിൽ നിന്നാണ് ഗാമ റേസ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെ. ഗാമ റേസ് പിന്നെ ഗാമ റേസിന്റെ പ്രത്യേകത ഹൈ ഫ്രീക്വൻസി റേഡിയേഷൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ അവിടെ നിന്നൊക്കെ ഗാമ റേസ് പുറത്തേക്ക് വരാറുണ്ട്. ഓക്കെ, ഗാമ റേസിന്റെ വേവ് ലെങ്ത് റേഞ്ച് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഓഫ് ഓർഡർ ഓഫ് 10⁻³ നാനോമീറ്റർ. വളരെ ചെറിയ വേവ് ലെങ്ത് ആണ്, ഹൈ ഫ്രീക്വൻസി ഹൈ എനർജി പാർട്ടിക്കിൾ ആണ് ഗാമ റേ. ഓക്കെ, അപ്പൊ ഗാമ റേസിന് ഏറ്റവും കൂടുതൽ പെനട്രേഷൻ ഉണ്ട്. പെനട്രേറ്റിംഗ് പവർ ഏറ്റവും കൂടിയ റേസ് ആണ് ഗാമ റേസ് അല്ലേ. ഇത്രയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഓരോ റേഡിയേഷൻസിനെ കുറിച്ചും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പൊ നമ്മൾ ഇതിന്റെയൊക്കെ ബേസിൽ പഠിക്കാൻ പോകുന്നത് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് ആണ്. അതായത് ഈ റീജിയണിലൊക്കെ വർക്ക് ചെയ്യുന്ന ചില സ്പെക്ട്രോസ്കോപ്പിക് ഇൻസ്ട്രുമെന്റ്സിന്റെ പ്രിൻസിപ്പിൾ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിന് മുൻപായിട്ട് നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, ആ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഓരോ റീജിയൺ ഏതൊക്കെയാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പം ഇപ്പൊ നമ്മൾ നോക്കിയത്. ഇതിന്റെ ബാക്കി ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്താണ്, അതിന്റെ ഓരോ റീജിയണിലും വർക്ക് ചെയ്യുന്ന സ്പെക്ട്രോമീറ്റേഴ്സ് ഏതൊക്കെയാണ്, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത്രയും പഠിച്ചിട്ട് വേണം ഇരിക്കാൻ കേട്ടോ. ഇതൊരു റിവിഷൻ ആണ്, ശരിക്കും ക്ലാസ് അല്ല. ഇനി അടുത്തതിലേക്കാണ് നമ്മൾ ക്ലാസ്സിലേക്ക് കയറുന്നത്. അപ്പൊ ഇത്രയും പഠിച്ചിട്ടേ ഇരിക്കാവുള്ളൂ. ഓക്കെ.